അനലിസത്തിന്റെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയ കൽവി നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരം ചോദിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അപമാനിക്കേണ്ട. അന്നേരം അബ്രഹാം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അപമാനിക്കേണ്ടതായിരുന്നു. നമ്മളൊക്കെ പറയത്തില്ലയോ, തിരുമേനിയുണ്ട്, അച്ഛന്മാരുണ്ട്, വൈദികരുണ്ട്, നമുക്കതുണ്ട് ഇതുണ്ടെന്നല്ല. അന്നേരം തമ്പുരാൻ പറയുന്നത് നിങ്ങൾക്ക് അബ്രഹാം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട. കാരണം ഈ കല്ലുകൾ അബ്രഹാത്തിനും സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന്. അബ്രഹാമിനല്ല, ദൈവത്തിന് കഴിയും. ഈ കല്ലുകളെ സന്താനത്തെ അന്നേരം എത്രമാത്രം കഴിവുണ്ട്. കർത്താവ് പറയുന്നത് സർപ്പസന്തലെ വരാനുള്ള കോപത്തിന് ഓടിയ കരുവികൾ. അന്നേരം ഈ സർപ്പസന്ധ അണുസന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ തമ്പുരാൻ അത് മനുഷ്യന് കൊള്ളേണ്ട സ്ഥാനത്ത് കൊണ്ടു. എന്നാൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോടെ തമ്മിൽ ഇരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അഭിഷേകം ഇറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഹൃദയം ശുദ്ധിയുള്ളവരായിരിക്കണം. ഹൃദയത്തിന് കറ കളഞ്ഞ് ഹൃദയശുദ്ധിയോടും വെടുപ്പോടും കൂടിയിരിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നു, വൃക്ഷങ്ങളുടെ വേരിന് കോടാലിക്ക് വയ്ക്കപ്പെട്ട് കഴിഞ്ഞു. നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീരെറിയപ്പെടും. നേരം വൃക്ഷങ്ങൾ ഉദാഹരണം പറയുന്നുണ്ട്. നല്ല വൃക്ഷത്തെ ഫലം കൊയ്യാൻ വേണ്ടി അതിൻ്റെ വേരൊക്കെ വെട്ടിത്തിരിച്ച് യജമാനെ ഈ പ്രാവശ്യം കൊണ്ട് തമ്പുരാൻ പറഞ്ഞ വെട്ടി തീയിലിടാൻ പറഞ്ഞ കായ്ക്കാത്ത ഫലത്തെ കോടാലി വെക്കാൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞു? യജമാനെ ഈ പ്രാവശ്യം കൊണ്ട് ഞാൻ നോക്കട്ടെ, അതിനെ വെട്ടി വളമൊക്കെ ഇട്ട് നമുക്ക് ഈ വർഷം കൊണ്ട് കായ്ക്കണം എന്ന് പറഞ്ഞ പോലെ മനുഷ്യനെ നോക്കുക. നീ എപ്പോൾ വരും? ഇന്ന് വരുമോ? നാളെ വരുമോ? എൻ്റെ മകനായിട്ട് ഇന്ന് വരുമോ? നാളെ വരുമോ? സുവിശേഷത്തിൽ എപ്പോൾ വരും എന്ന് മനുഷ്യൻ തോന്നിക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ ഓരോ അടയാളങ്ങൾ, ഓരോ ഉദാഹരണം തരും. നമ്മൾ ഇന്ന് വന്നാലും നാളെ വന്നാലും ദൈവം എല്ലാം ഉണ്ട്. പിന്നെ എന്തിനാ ദൈവത്തെ വിളിക്കുന്നത്? ദൈവമില്ല എന്ന മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവത്തെ വേണമെങ്കിൽ നമ്മൾ ആഞ്ഞു പിടിച്ചെങ്കിലേ പറ്റും. നമ്മുടെ മക്കൾ എന്ത് ചെയ്യും? എവിടെ നിന്ന് നമ്മുടെ മക്കൾ വെള്ളമടിക്കാൻ പോകുന്നു, കഞ്ചാവ് മയക്കുമരുന്ന് കണ്ടില്ലേ? മകൻ അപ്പനെ കൊല്ലുന്നു. വല്ല കഥയുണ്ടോ? പറയാൻ പറ്റത്തില്ല. മക്കള് പോയി താന്തൂരിനായിട്ട് ജീവിക്കുന്നു, കഞ്ചാവ് മയക്കുമരുന്ന്, അവരുടെ ഫോണും നോക്കാനും മോനെ നീ എവിടെ പോയെന്ന് പറയാനും ഇന്ന് പറ്റത്തില്ല മാതാപിതാക്കൾ. അവർ ആഴമായിട്ട് ജീവിച്ചു കഴിഞ്ഞു. ഇനിയുള്ള കാലങ്ങളൊന്നും ദൈവത്തെ കൂട്ടി വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. സമാധാനമില്ല. മകൻ ഇറങ്ങിപ്പോകുമ്പോൾ തിരിച്ചു വരുന്നിടം വരെ നമ്മൾ കാവിലിരിക്കുക. മക്കൾ പണ്ടതായിരുന്നു. 10 മക്കളുണ്ടായിരുന്നു. മാതാപിതാക്കളെ പേടിയുണ്ടായിരുന്നു, ഗുരുക്കന്മാരെ പേടിയുണ്ടായിരുന്നു. ഇന്നുണ്ടോ? ഇന്ന് ഗുരുക്കന്മാരടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയി ചോദിക്കും. അന്ന് ചോദിക്കാൻ പോകത്തില്ല. വടിയെ സ്നേഹിക്കുന്നവൻ മക്കളെ വഷളേക്ക് നീക്കുന്നു. ഇന്ന് നമ്മുടെ മക്കൾ എന്ത് ചെയ്യും? ആഹാരമുണ്ടോ? കഴിക്കുന്നുണ്ടോ? പിള്ളേർക്ക് പഠിക്കാൻ പോകുമ്പോൾ എന്തോ പോക്കറ്റ് മണി 200 രൂപ പട്ടിണി കിടക്കുമല്ലേ? കഷ്ടം തന്നെ. അവനെവിടെ പോവാൻ നമ്മൾ അറിയുന്നു? കഞ്ചാവും മയക്കും. ദൈവത്തെ കൂട്ടി വളർത്താത്തതിൻ്റെ ഫലമാണ്. വൃക്ഷത്തെ കണ്ട് നല്ല ഫലം കായ്ക്കണമെങ്കിൽ വൃക്ഷം നല്ലതായിരിക്കണം. വൃക്ഷം നല്ലതെങ്കിൽ ഫലവും നല്ലത്. വൃക്ഷം തീയതെങ്കിൽ ഫലവും തീയതാണ്. നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇന്ന് ആരെങ്കിലും പറയാറുണ്ടോ? പള്ളിയിൽ പോയി നീ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ പോയിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? നിങ്ങൾ ചോദിക്കുന്നത് എന്തോ ട്യൂഷന് പോയോ? അവിടെ എത്ര മാർക്ക് കിട്ടി? സൺഡേ സ്കൂളിലൊക്കെ ഒന്നും പഠിച്ച് ഇന്ന് എന്ത് ചെയ്യും? നമ്മുടെ മക്കൾ എങ്ങോട്ടാ പോകുന്നത്? നമുക്കറിയുന്നുണ്ടോ മക്കൾ എങ്ങോട്ടാ പോകുന്നത്? കഞ്ചാവും വേശ്യാലും മക്കൾ മെനഞ്ഞാന്ന് യൂട്യൂബ് കിടക്കുന്നു. കാട്ടിൻ്റെ അകത്ത് പാരാത്രി മുതൽ ഉടുതുണിയില്ലാതെ പിള്ളേർ കിടക്കുക. ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളും ഉണ്ട്. യൂട്യൂബിൻ്റെ അകത്തൂടെ കണ്ടേ. നമ്മൾ തല കുനിച്ച് കുമ്പിടണം. വണ്ടിയെ കയറിയാലും നമ്മൾ തല കുനിച്ച് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിയാം. എന്താ അറിയാം? നമ്മുടെ മക്കള് അടിസ്ഥാനം വേര് നല്ല ഫലത്തെ നമ്മൾ പരിപാലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അടിസ്ഥാന ലെവലാക്കണം. അതാവൻ പറഞ്ഞ വേര് വെട്ടിക്കളഞ്ഞ് ഫലം പുറപ്പെടുവിക്കണം. വേരൊക്കെ വെട്ടിക്കളഞ്ഞ് നല്ലോണം വളവിടാൻ. ഇന്ന് വളവിടിയിൽ നമ്മുടെ മോശമായി. വളവിടായി വെക്കുന്ന കതിരെ കൊണ്ട് തെങ്ങിൻ്റെ മണ്ടയെ കൊണ്ട് വളമിട്ടിട്ട് വല്ല കഥയുണ്ട്. അത് ചവിട്ടി കൊടുക്കണം. പാക്കേ മടി വെക്കാം, അടക്കാം. വലുതായി കഴിഞ്ഞാലോ വെട്ടിക്കളയും. നേരെ അടിസ്ഥാനം എന്ത് ചെയ്യണം? ദൈവവുമായിട്ട് ബന്ധപ്പെടുത്താത്തതിൻ്റെ ഫലം ഇതല്ല. ബ്രദറെ നിങ്ങൾക്ക് പറയാം, അല്ലെ അങ്ങനെ നിങ്ങൾക്ക് പറയാം. അല്ല, എനിക്കറിയാം. ഇന്നും മാതാപിതാക്കളെ അനുഭവിക്കുന്ന മക്കൾ അനേകമുണ്ട്. മാതാപിതാക്കളെ നോക്കുന്ന അനേക മക്കളുണ്ടെന്ന്. നമ്മൾ തങ്ങളിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. മക്കളും അപ്പനും. ചിലവർ കണ്ടിട്ടില്ലയോ? അമ്മയുടെ ഒരിക്കൽ പറയും, അമ്മ ത്രൂ അപ്പൻ്റെ ഒരിക്കൽ പറയും. ഏത് കുടുംബം ഉണ്ടോ ശരിയായിട്ടുള്ളത്?
നമ്മളിന്ന് ലൊക്കാലിൽ ഒന്ന് വട്ടം ഇരുന്ന് മക്കളുടെ കാര്യങ്ങൾ തിരക്കാൻ നമുക്ക് സമയമുണ്ടോ? നമുക്ക് ഫീൽ ചെയ്യില്ല. അതാ മോനെ ഇവിടെ സീരിയൽ കാണും, മോനെ പഠിയണം, മോളെ പഠിയണം, ഇങ്ങനെ പഠിക്കും. നമ്മളിവിടെ ഫീലില്ല കാണുന്നത്. പ്ലാവിനെ ചെവിട്ടി വളമുണ്ട് മണ്ടേ കൊണ്ട് വെച്ചാൽ മതി. അല്ല, അവർക്ക് ചെറുപ്പത്തിൽ മുതലേ പ്രാർത്ഥിച്ച എത്രയോ പിള്ളേരെ എനിക്കറിയാം. പ്രാർത്ഥിച്ച് അവർ ചോദിക്കും എപ്പോഴും നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിനക്ക് എന്തോ കിട്ടുമെന്ന്. കിട്ടും. അടിസ്ഥാനമാണ് എല്ലാം. ദൈവം തമ്പുരാനെ കൂട്ടി അടിസ്ഥാനം വിട്ടൊന്ന് വളർത്തി നോക്കി. തെറ്റിയിട്ടുണ്ട്, തെറ്റുകളുണ്ട്, തെറ്റ് ചെയ്തിട്ടുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവള് തെറ്റായിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കും. അവർ പോയിട്ട് വരും, എന്തെങ്കിലും തിരിച്ചു വരവുണ്ടല്ലോ. അപ്പ മുടിയനായ പുത്രൻ എന്താ പോയത്? എല്ലാം കണ്ടു, എല്ലാം എടുത്ത് മൊത്തം കൊണ്ടുപോയി. ഒരപ്പൻ അവന് വേണ്ടി കാത്തിരുന്നു. പടിവാതിൽക്ക് എൻ്റെ മോൻ എപ്പോഴെങ്കിലും വരുമെന്നുള്ള ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു. അവൻ പന്നിക്കൂട്ടി വരത്ത് നിന്നിട്ട് അവനും ബോധം എപ്പോഴാണ് വന്ന ലാസ്റ്റൊക്കെ പൈസ എല്ലാം ആക്കി പൊട്ടിത്തെ മേടിച്ചത് മൊത്തം തീർത്ത് കഴിഞ്ഞിട്ടാണ്. അപ്പ നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്യുന്നു, നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനാണ്. ഒരപ്പം കാത്തിരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പിതാവായ ദൈവം നമ്മളെ കാത്തിരിപ്പുണ്ട്. മകനെ മകളെ നീ വാ, നമ്മുടെ സന്നിധിയിൽ വരട്ടെ. ഇന്ന് ആരെങ്കിലും മക്കളെടുത്തുനിന്ന് ഒരു 5 മിനിറ്റ് ബൈബിൾ വായിക്കാൻ ആരെങ്കിലും പറയുന്നുണ്ടോ? ഒന്ന് ബൈബിൾ എടുത്തൊന്ന് വായിക്കാറുണ്ട്. അവർ വേറെ വല്ലതുമൊക്കെ കാണുന്നത്, ഫോൺ മേടിച്ച് അത് കാണുന്നു. ബ്രദറെ ഞങ്ങൾ എന്ത് ചെയ്യും? അല്ല, അടിസ്ഥാനം ദൈവം നമ്മുടെ സൺഡേ സ്കൂളിൽ പഠിച്ച് ദൈവത്തെ അറിഞ്ഞൊന്ന് ജീവിച്ച് മുട്ടുമേ നിന്നൊന്ന് പ്രാർത്ഥിച്ച് നമുക്കിപ്പോൾ അപ്പം വരമ്പത്തെ അമ്മ കൊമ്പത്ത് പിള്ളേരെല്ലാം മുറ്റത്ത്. ഈ അവസ്ഥയാണ് നമ്മുടെ കാര്യം. നമ്മളെ പറയുന്നത് അതായത് വീണ്ടും കർത്താവ് എന്താ പറയുന്നത് അറിയോ? അതായത് രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനം അങ്ങനെ ചെയ്യട്ടെ. രണ്ടുള്ളവൻ ആരെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടോ? എങ്ങനെ കൊടുക്കുന്നുണ്ട്? ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരുടെ അലമാര മൊത്തം സാരിയാണ്. ഒരു സാരി അങ്ങോട്ട് കൊടുക്കും, 2 സാരി ഇങ്ങോട്ട് പോകാം, അതവിടെ ഇരിക്കട്ടെ. അല്ല പറഞ്ഞത്, 2 ഉടുപ്പുള്ളവൻ ഒന്ന് കൊടുക്കട്ടെ എന്നാ പറഞ്ഞത്. കൊടുക്കാറുണ്ടോ? 2 ഉള്ളവൻ വീണ്ടും കയറ്റി വെക്കും. ആഹാരം കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ അവനാകട്ടോ, അവൻ താഴെ ഇരുന്നാൽ മതി. ഇപ്പോഴും നമ്മൾ വിവേകമില്ലേ? കർത്താവായ യേശുവിനെ സൃഷ്ടിച്ച് അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവിനോടും ദൈവത്തെ നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഏറ്റവും വലിയ കൽപ്പനയാണ്. അവനോടൊന്ന് ചേർത്ത് പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? അവനെ ഒന്ന് ചുംബിക്കാൻ പറ്റുമോ? അവളെ ചുംബിക്കാതെ അത് പ്രശ്നമാണ്, അവനെ ചുംബിക്കാൻ പറ്റും. മനസ്സിലായി? ഇന്ന് നമ്മുടെ കുറ്റങ്ങള് മറ്റുള്ളവന്റെ തലയിലോട്ട് കയറ്റി അവൻ അങ്ങനെ നമ്മൾ വിധിക്കാൻ നല്ലതാണ്. ഞാൻ ഉൾപ്പെടെ മറ്റുള്ളവന്റെ വിധി അവൻ അങ്ങനായിരുന്നു, അവൻ ഇങ്ങനായിരുന്നു. 1 കിലോ മുന്തിരിങ്ങയ്ക്ക് 1 മുന്തിരിങ്ങ മതി പല്ലാക്കാൻ. നമ്മളെപ്പോഴും ദൈവത്തിന്റെ മക്കളാകണമെങ്കിൽ നമ്മൾ അതേ സഹനം ചെയ്യണം. ഈ സഹനത്തിൽ കൂടി മാത്രം ദൈവത്തെ കണ്ടെത്താൻ പറ്റും. അല്ലാതെ നമുക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ദൈവം തമ്പുരാനുണ്ട് നിങ്ങൾക്ക് വേണ്ടി തരാൻ. കിട്ടുമ്പോൾ കർത്താവെ എന്ന് വിളിക്കും. ഇച്ചിരി കഴിയുമ്പോൾ പിന്നെ കർത്താവില്ല. പിന്നെ എപ്പോഴെങ്കിലും അതില്ലാതെ വരുമ്പോഴാണ് വരുന്നത്. ഒരു ദുഃഖം വരുമ്പോഴും സഹനം വരും, ദൈവത്തെ വിളിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട് നമുക്ക്. പക്ഷെ പ്രശ്നമുണ്ട്. പ്രശ്നം എപ്പോഴും വേണം. നീ അങ്ങോട്ട് പ്രശ്നമേ ഉള്ളൂ, സമാധാനമില്ല. അമ്മായിപ്പൻ മരുമകൾ അമ്മായിപ്പനോട് ഞാൻ വാളെടുത്തേക്കുന്ന അമ്പരാൻ പറഞ്ഞു, സമാധാനം ഉണ്ടാവത്തില്ല. ദൈവത്തെ വിളിക്കുന്നവനില്ല, പിന്നെ ദൈവത്തെ വിളിക്കാത്തവൻ്റെ അവസ്ഥ പറയണം. നമ്മൾ എന്താണ് അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളത് കൂടുതൽ ഈടാക്കരുത്. എന്താണെന്നറിയാം? ഈടാക്കരുതെന്ന് പറഞ്ഞാൽ കൂടുതൽ ഈടാക്കരുത് എന്താണെന്നറിയോ? കൈക്കൂലി നമ്മൾ മേടിക്കരുത് കേട്ടോ. പാവപ്പെട്ടവനെ കള്ളക്കടം മേടിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ നടക്കുന്ന കാര്യമാണ്. അവന്റെ മിന്നുമാര പണയം വെച്ചിട്ട് വേണം ഓപ്പറേഷൻ തിയേറ്ററിൽ ആക്കാൻ, ഇല്ലെങ്കിൽ അവർ കൊടുക്കത്തില്ല. എന്നിട്ടും അവർ പ്രാർത്ഥിക്കും. ഇന്ന് അവരെ സ്നേഹിക്കുന്ന എത്രയോ നല്ല ഡോക്ടർമാരും നഴ്സുമാരുണ്ട്. എനിക്കറിയാം, ഒത്തിരി പേരുണ്ട്. ചിലതൊക്കെ ഉണ്ട് കുഴിക്കുത്തുകൾ. അത് ബാക്കിയുള്ള എല്ലാത്തിനും 1 കിലോ മുന്തിരിക്കകത്ത് എല്ലാ മുന്തിരികളും പല്ലാക്കുന്നതിന് കൊണ്ട് എല്ലായിടത്തും ഉണ്ട്. എന്നാലും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണീരൊഴുകി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ സ്വർഗ്ഗപിതാവേ, ഈ പകൽ വേലയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ അനിഷ്ട സമ്പത്തിൽ കൂടിയാണല്ലോ കടന്നു പോകുന്ന കർത്താവേ. മക്കള് മാതാപിതാക്കളെ വെട്ടിക്കൊല്ലുന്നു, മക്കളെ കൊല്ലുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾക്ക് സ്നേഹമില്ല, പൈസ മാത്രം മതി, കഞ്ചാവും മയക്കുമരുന്നിന് അടിമയായി കിടക്കുന്ന മക്കൾ പോയിട്ട് തിരിച്ചു വരുന്നില്ല കർത്താവേ. ഈ മക്കളെല്ലാം നിന്റെ കരങ്ങളിലേക്ക് കർത്താവേ, സുബോധമുള്ള മക്കളായി വാർത്തെടുക്കുവാൻ ദൈവത്തിൻ്റെ അഭിഷേകം ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ബന്ധനങ്ങൾ അഴിയണമേ, അരക്കച്ചകളെ മുറുക്കി തമ്പുരാന്റെ സന്നിലേക്ക് പോകുവാൻ ഈ മക്കളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
നിരന്തരമായി മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരായി, മക്കളെ ബഹുമാനിക്കുന്ന മാതാപിതാക്കൾ, പരസ്പരം സ്നേഹിക്കുന്ന മക്കളായി ഇവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ ഇവരുടെ മേൽ പ്രവർത്തിക്കണമെന്ന് കർത്താവ്. ഞങ്ങൾ ഒന്നും പാവികളും ദുഷിച്ചവരും കുഴരാത്തവരുമാണ് ഞങ്ങൾക്കറിയാം കർത്താവ്. എങ്കിലും കർത്താവിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട് ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. ഈ സോപ്പ് കൊണ്ട് ഞങ്ങളെ കഴുകിണക്കണമേ, ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. കർത്താവെ, പരിശുദ്ധ അഭിഷേകം ഇറങ്ങണമേ കർത്താവ്. ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നല്ല ഭരണകർത്താക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹോസ്പിറ്റലിൽ അഭയം പ്രാർത്ഥിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ക്യാൻസർ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഇന്ന് ഒരു നേരത്തെ ആഹാരമില്ല, വസ്ത്രമില്ലാത്തവരെ ഓർത്ത് ജപ്തി നോട്ടീസ് കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാവമോഹങ്ങൾ, കഞ്ചാവ്, മയക്കുമരുന്ന് അരുതാത്തത് ചെയ്യുന്ന മക്കളെ ഓരോരുത്തരും നിന്റെ കരങ്ങളിൽ, ആണുങ്ങളെയും ആൺപിള്ളാരെയും പെൺപിള്ളാരുടെയും മക്കളെ, ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിൻ്റെ പരിശുദ്ധ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തെ അറിയുന്ന മക്കളായി ദൈവത്തിൽ കൂടി വളരുവാൻ ഇവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെ, ഇവരെ ഒരുക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. അനേകരിന്ന് മക്കളില്ലാതെ കരയുമ്പോൾ കർത്താവെ, ഇന്ന് മാതാപിതാക്കൾ പറഞ്ഞ് ഈ മക്കളെ കൊണ്ട് ദൈവമേ ഞങ്ങൾക്ക് ഭാരമാണെന്ന് പറഞ്ഞ് കരയാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാവ സ്വഭാവത്തിൽ കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഇന്ന് പ്രായമായവരും പാവത്തിൽ നിന്നാണല്ലോ, പാവത്തിൻ്റെ അടിമയിലാണല്ലോ കർത്താവെ. ദൈവമേ, ഇവർക്കൊക്കെ വിവേകം കൊടുക്കണമെന്ന് തിരിച്ചറിവ് കൊടുക്കണമേ കർത്താവെ. അനുഗ്രഹിക്കണേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.